നമുക്കൊരു കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് അറിയാമോ? ഒരു മനോഹരമായ ബാല്യം അവന് സമ്മാനിക്കുക എന്നുള്ളതാണ്. ഒരു മനോഹരമായ ബാല്യം, പ്രശ്നങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, ട്രോമകൾ ഉണ്ടാക്കാത്ത ബാല്യം. ഇന്ന് പുറത്തുനിന്ന് ട്രോമ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വീട്ടിനകത്താണ് ട്രോമാസ് ഉണ്ടാക്കുന്നത്. പഠനത്തിന്റെ പേരിൽ, അനുസരണക്കേടിന്റെ പേരിൽ, എല്ലാത്തിനും ശിക്ഷകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം നമ്മൾ കാണുന്നുണ്ട്. കുട്ടികൾ അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഒരു കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ഈ 12 വയസ്സ് വരെയുള്ള കാലഘട്ടം അവന്റെ ജീവിതത്തിന്റെ, അവന്റെ 60-ാം കാലത്തും അവന്റെ സൈക്കിനെ, അവന്റെ മനസ്സിനെ, അവന്റെ ജീവിതത്തെ, അവന്റെ ചിന്തകൾ സ്വാധീനിക്കുന്ന ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തർ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പെരുമാറിയത്, ഇങ്ങനെ സംസാരിച്ചത്, ഇങ്ങനെ പൊട്ടിത്തെറിച്ചത്? ലുക്ക് ബാക്ക് ടു യുവർ ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലത്തേക്കും തിരിഞ്ഞു നോക്കൂ. അവിടെ നിങ്ങൾ മറച്ചു വെച്ച, ഒളിച്ചു വെച്ച, അമർത്തി വെച്ച വിഷമങ്ങളും സങ്കടങ്ങളും വേദനകളും ഒരുപക്ഷെ അതിന് പിന്നിലുണ്ടാകാം. ഒരു മനുഷ്യന് ആയുസ്സുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നതാണ് ബാല്യം. അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ പിന്നെ വാർദ്ധക്യം, യൗവനം, വാർദ്ധക്യം, ഇതൊക്കെ. അപ്പോൾ അതിലെപ്പോഴും ഇതിൻ്റെ വേര് കിടക്കുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വേര് കിടക്കുന്ന ബാല്യത്തിലാണല്ലോ. മുജിതബക്ക് അറിയാം, ലോകത്ത് ഏറ്റവും അധികം ദൈർഘ്യമുള്ള ബാല്യമുള്ളത് മനുഷ്യന് മാത്രമാണ്. 6000-ത്തിലധികം സസ്തനികളുണ്ട്. അതായത് കുഞ്ഞിനെ മുലയൂട്ടി വളർത്തുന്ന ജീവികളുണ്ട്. പല രൂപത്തിലുള്ള പ്രജനനങ്ങളുണ്ട്. പക്ഷെ മനുഷ്യനെ പോലെ മുലയൂട്ടി വളർത്തുന്ന ജീവികളുണ്ട്. പക്ഷെ ആ ജീവികൾക്കൊന്നുമില്ലാത്ത ദൈർഘ്യമേറിയൊരു ബാല്യമുള്ളത് മനുഷ്യൻ്റെ കുഞ്ഞിനാണ്. മറ്റുള്ള ജീവികളൊക്കെ പ്രസവിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക്, ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പകുതി പൂർത്തിയായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ ബാല്യത്തിന് അധിക ദൈർഘ്യത്തിൻ്റെ ആവശ്യമില്ല. ബാല്യത്തിൽ തന്നെ ഒരുവിധം കഴിവുകളൊക്കെ സ്വായത്തമാക്കുന്നുണ്ട്. പശുവിൻ്റെ കുട്ടിക്ക് പാൽ എവിടെയെന്ന് അറിയാം, നടക്കാനറിയാം. കോഴിക്കുട്ടിക്ക് ബാക്കിയുള്ളതൊക്കെ അറിയാം. പിന്നെ ആ ഒരു ശാരീരിക വളർച്ച മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. പിന്നെ കാലക്രമേണയുള്ള ബാക്കി 50% ഇതിൻ്റേതായ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. പക്ഷെ മനുഷ്യൻ്റെ കുട്ടിയുടെ അവസ്ഥ എന്താണ്? ഒരു മനുഷ്യൻ്റെ കുട്ടീൻ്റെ പൂർണ്ണ വളർച്ച എന്ന് പറയുന്ന ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആകുമ്പോഴേക്കും 1400 സംതിങ്, പിന്നെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഏകദേശം അത്ര ഗ്രാം തൂക്കം ബ്രെയിനിന് വരുന്നുണ്ട്. അതൊരു 10, 22, 23 വയസ്സ് ഏകദേശം അത്ര ആവണം അപ്പോഴേക്കും. പക്ഷെ ആ ബ്രെയിൻ വളർച്ചയുടെ മറ്റൊക്കെ 50 ആണെങ്കിൽ ഇത് 1/5 മാത്രം അത് പ്രസവിക്കുന്ന സമയത്ത് ആ വളർച്ച ആവുന്നുള്ളൂ. പിന്നെ പ്രസവത്തിന് ശേഷമാണ് അതിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അതിവേഗതയിൽ നടക്കുന്നതിൻ്റെ ഭൂരിഭാഗവും നടക്കുന്നത് ഈ ബാല്യത്തിലാണ്. തലച്ചോറിൻ്റെ അകത്ത് ന്യൂറോണുകളാണല്ലോ, ന്യൂറോൺസ്. ഈ കോടിക്കണക്കിന് ന്യൂറോണുകളുണ്ട്. ഈ ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷൻസിന് പറയുക സിനാപ്സ് എന്നാണ് പറയുക. അപ്പോൾ ഈ കണക്ഷന് ഏറ്റവും കൂടുതൽ ഈ ദൈർഘ്യമേറിയ ബാല്യത്തിൽ ഈ തലച്ചോറിൻ്റെ അകത്തേക്ക്, കുട്ടിയുടെ ബ്രെയിനകത്തേക്ക് കിട്ടേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ബാല്യത്തിനകത്ത് കിട്ടേണ്ട കാര്യമാണ്. ഇതാണ് അവൻ്റെ വ്യക്തിത്വത്തെ പിന്നീട് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ പാരൻസിനുള്ളൊരു പങ്കുണ്ട്. അപ്പോൾ ആ പാരൻസ്, കാരണം ഗർഭത്തിലിരിക്കുമ്പം ചെവി റെഡിയാണ്, കാത് റെഡിയാണ്. അതുകൊണ്ടാണ് അപ്പോഴും ബ്രെയിൻ ഉണ്ട്, ഗർഭത്തിലും ബ്രെയിൻ ഉണ്ട്. പക്ഷെ കാത്, അതുപോലെ പിന്നെ ഫീലിങ്സ്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കേൾവി ആ സമയത്ത് ഗർഭാവസ്ഥയിൽ തന്നെ അമ്മ കേൾക്കുന്നത്, ഉമ്മ കേൾക്കുന്നത്, കുട്ടി കേൾക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കുട്ടിയെ സ്വാധീനം, അത് വേറെ വിഷയം നമുക്കറിയാം. പക്ഷെ അതിന് ശേഷം കുട്ടിയുടെ ഈ ഒരു 6 മാസം, പിന്നെ 3 വയസ്സ്, പിന്നെ 6 വയസ്സ്, ആ ഘട്ടങ്ങളിലൊക്കെ ഒരു കുട്ടിക്ക് ഏൽക്കുന്ന, യൂട്യൂബ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി, ചൈൽഡ്ഹുഡ് ട്രോമ എഫക്റ്റഡ് ബ്രെയിൻ. അത് കാലകാലം ഉണ്ടാവും. പിന്നെ അത് മാറാൻ കഴിയില്ല എന്നാണ്. ആ സമയത്ത് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, പലസ്തീനിലുള്ള കുട്ടികൾ, യുദ്ധങ്ങളുടെ മുഖത്തുള്ള കുട്ടികൾ, അതൊക്കെ എന്താ വെച്ചാൽ മറ്റുള്ള ഒരാൾക്കും തടയാൻ പറ്റാത്ത, അതങ്ങനെ ആയിപ്പോയി അവരുടെ ഒരവസ്ഥ. പക്ഷേ അതുപോലെ സ്വന്തം ഒരു പ്രശ്നമില്ലാത്ത നമ്മുടെ മടിയിൽ വളരുന്ന കുട്ടിക്ക്, ആ കുട്ടിക്ക് കൊടുക്കേണ്ട, ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് കിട്ടേണ്ട, കുട്ടിയുടെ ഇൻപുട്ടിലേക്ക് വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈ ഫോണാണ് കൊടുത്തിട്ട് അതിലുള്ള എല്ലാ വൃത്തികേടുകളും കണ്ട് ഇതൊക്കെ ആ കുട്ടീൻ്റെ ബ്രെയിനിൽ മാർക്ക് ചെയ്യപ്പെടുന്നുണ്ട്. കണക്ഷൻസാണ് കുട്ടിയുടെ ഈ നമ്മൾ പറഞ്ഞു, ഈ സിനാപ്സിസുകൾ തമ്മിലുള്ള കണക്ഷൻസുകളുണ്ട്. ഈ കണക്ഷൻസാണ് കുട്ടീൻ്റെ വ്യക്തിത്വം. അതിന് എന്ത് കൊടുക്കുന്നു കുട്ടിക്ക്, അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അവിടെയാണ് നല്ലൊരു അന്തരീക്ഷം ബാല്യത്തിൽ കുട്ടിക്ക് കിട്ടണം. ആ ബാല്യമാണ് നാളെ കുട്ടിയുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഒന്ന് തിരിഞ്ഞു നോക്കുക, അവിടെ ചില കാര്യങ്ങൾ അവിടെ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ശ്രോതാക്കളോട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ബാല്യം നമുക്ക് ഏറ്റവും ഇന്നും മറക്കാൻ കഴിയാത്ത പോസിറ്റീവായ ഒരു കാര്യം ഉണ്ടാവും. നെഗറ്റീവ് നമ്മൾ പറയണ്ട.
പോസിറ്റീവായ കാര്യം അത് ഇന്നും നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ടാവും. മക്കളെ നോക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആ ഒരു ഭാരമായി കാണുമ്പോൾ പലപ്പോഴും കുട്ടിയെ കൂടെ ഇരുത്താൻ, അവനോട് സംസാരിക്കാൻ ഇതെല്ലാം പ്രയാസമായി തോന്നുമ്പോൾ ഒരേ ഒരു പരിഹാരമാണ് ഇത് അവന് കൊടുക്കുക എന്നുള്ളത്. ഫോൺ കൊടുക്കുക. അപ്പോൾ അതായിട്ട് ഇങ്ങനെ ഒരു മൂലയിൽ ഇരുന്നോളും, യൂട്യൂബ് നോക്കിയോളും, പ്രയാസമില്ല. ഉമ്മാക്കാണെങ്കിൽ ഉപ്പാക്കാണെങ്കിൽ അവരുടെ ജോലികളിൽ സുഖമായിട്ട് ഇരിക്കാം, അവനതായിട്ട് ഇതേ മൂലയിൽ ഉണ്ടാവും. അങ്ങനെ ഒരു അത്തരത്തിലേക്കൊരു പാരൻറ്റിങ്ങിലേക്ക് പലപ്പോഴും ഇന്നത്തെ കാലത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രശ്നം വളർന്നു വരുന്ന ഈ തലമുറക്ക് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കാണേണ്ടത് തന്നെയാണ്. അല്ല, നമ്മളിപ്പോൾ നമ്മളുടെ ഒരു പരിസരത്തിലുള്ള പാരൻസിനെ മാത്രം നമ്മൾ നോക്കരുത്. കാരണം നമ്മളെ പരിസരം പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി എന്നാലും ഉണ്ട്, പക്ഷേ എന്നെ കുറേ കൂടി ബോധവൽകൃതരായ ഒരു സമൂഹം നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു സമൂഹമുണ്ട്. ചില കുട്ടികളും അവരുടെ സ്വഭാവം, അവരുടെ വീട്ടിലുള്ള അവസ്ഥകളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രയും ഭയങ്കര വയലൻ്റായിട്ടുള്ള, ഒരു കൾച്ചറും അറിയാത്ത, ഇമോഷണൽ ഇൻബാലൻസിങ് അറിയാത്ത, അങ്ങനെയുള്ള അവിടെയാണ് ആ കുട്ടികൾക്കിടയിലേക്കാണ് സ്കൂളിലും മദ്രസയിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ കൂടി പോകുന്നത്. ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. ചൈൽഡ്ഹുഡ് കുട്ടിയെ മോശമായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ പാരൻസ് ബോധപൂർവ്വം ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇടപെടണം. അപ്പം നമ്മളെ വീട്ടിൽ പോലും നമ്മൾ വിചാരിക്കേണ്ട ഒരൊറ്റ കാര്യം, കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ മോശപ്പെട്ട വേർഡ്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ മോശപ്പെട്ട വേർഡ് ആരും ഉപയോഗിക്കലില്ല, പക്ഷേ എന്തെൻ്റെ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ആ വേർഡ് പറയുന്നു. അപ്പം ഇവിടുന്ന് ഒരു തവണ കേട്ടിട്ടുള്ളൂ എന്നാ, ഒറ്റ തവണ കേട്ട ഒരു വേർഡാണ് ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പം എത്ര മാത്രം പ്രാധാന്യം അതിനുണ്ട്. ഗ്രാസ്പിംഗ് പവർ കൂടുതലായി. അതെ. അപ്പോൾ അതിൻ്റെ ഒരു ഇസ്ലാം അതിനെ മനോഹരമായി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. മക്കളെ വളർത്തുമ്പോൾ സാധാരണ നമ്മളെപ്പോഴും കേൾക്കാറ് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ, കടമകൾ, ഉമ്മയെ നോക്കണം, ഉപ്പയെ നോക്കണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്. അത് ഒരു വാസ്തവം തന്നെയാണ്. എന്നാൽ മാതാപിതാക്കൾക്ക് തൻ്റെ മക്കളോടും ബാധ്യതകളുണ്ട് എന്ന് ഇസ്ലാം മനോഹരമായി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അവന് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുന്നത് മുതൽ, ആദ്യം നല്ലൊരു ഉമ്മയെ അവന് തിരഞ്ഞെടുക്കുന്നത് മുതൽ അവന് നല്ല പേരിടലും, അവന് വേണ്ടി പ്രാർത്ഥിക്കലും, അവന് ദീനി ബോധം നൽകലും അല്ലെങ്കിൽ ദീനി വിജ്ഞാനം നൽകലും തുടങ്ങി ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും എണ്ണി പറയുന്നത് കാണുന്നത് അവന് നല്ലൊരു ഉമ്മയെ കൊടുക്കുക എന്നുള്ളതാണ്. ആ ഉമ്മയെ കൊടുക്കുന്നതിൽ അടിവരയിട. അങ്ങനെ അപ്പം എന്താ നല്ല ഉപ്പയെ പറഞ്ഞു എന്ന് ചോദിച്ചു. നല്ല ഉപ്പുണ്ട്, പക്ഷെ പ്രിഫറൻസ് ഉമ്മക്കാണ്. കാരണം എന്താണെന്നോ, ഈ കുട്ടിയുടെ ഈ ബാല്യത്തിൽ ഏറ്റവും അധികം കുട്ടിയായിട്ട് കണക്ഷൻസ് ആർക്കാ? ഉമ്മക്കാണ്. അതുകൊണ്ട് ആ ഉമ്മയുടെ വ്യക്തിത്വം കുട്ടിയിൽ വലിയ പ്രധാനമുള്ളൊരു കാര്യമാണ്. കാരണം ഉമ്മക്ക് കുട്ടിയെ ഓരോന്നിനും മോൾഡ് ചെയ്ത് കൊണ്ടുവരാനും കുട്ടിയോടുള്ള ആറ്റിറ്റ്യൂഡ്, പെരുമാറ്റങ്ങൾ അതെപ്പോഴും വളരെ റെസ്പെക്റ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. നബി അനസുല്ലാന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഞാൻ 10 കൊല്ലം ഹിദ്മത്ത് ചെയ്തിട്ട് എന്നോട് ഇതുവരെ എന്ത് പറഞ്ഞിട്ടില്ല, എന്തത് ചെയ്യാത്തതെന്ന് വെച്ചിട്ടില്ല. വല്ലാത്തൊരു വാക്കാണത്. നമുക്ക് നമ്മളെ കുട്ടിയാന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മുടെ പ്രഷറെല്ലാം തീർക്കാൻ പറ്റുന്നൊരു ഒബ്ജക്റ്റായിട്ട് അതിനെ മാറ്റുന്നത് പലപ്പോഴും കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ചൂടാലുള്ളൂ, ചിലപ്പോൾ ഓനൊന്ന് കളിയാക്കും എപ്പോഴെങ്കിലും. അതല്ല, ആ ഒരൊറ്റ വാക്ക് മതിയാവും ചിലപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. നിരന്തരമായി പറഞ്ഞെങ്കിലേ മോശപ്പെട്ട ഒരു പേരൻ്റ് ആവുന്നില്ല. നമ്മൾ മാക്സിമം നമ്മുടെ പ്രഷർ തീർക്കാനും അല്ലെങ്കിൽ കുട്ടിയെ റിജക്റ്റ് ചെയ്യുന്നതോ അവഗണിക്കുന്നതോ കുട്ടിയുടെ വ്യക്തിത്വത്തിന് മോശമാക്കുന്ന ഒരു വാക്ക് പോലും, നമ്മുടെ മുഖഭാവം പോലും അങ്ങനെ ഉണ്ടാവരുത്. അതൊക്കെ പതിയാണ് അവിടെ. കുറേ വലിയ കാലത്ത് ഇന്നത്തെ കാലത്ത് നമ്മളോട് ഒരാൾ ചീത്ത പറഞ്ഞു ബാക്കി കഴിഞ്ഞൊക്കെ മനുഷ്യന് മറന്നുപോകും. ചെറുപ്പത്തിൽ കിട്ടിയ അവഗണനയും ചീത്തയും വഴക്കോ അതവിടെ പതിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. തീരെ പറയാതെക്കരുത് എന്നുള്ളതാണ്. പറയേണ്ട രീതിയിൽ അവരെ തിരുത്താനും ശാസിക്കാനും സാധിക്കണം എന്നുള്ളത്. ലവ് ആൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. അത് പറയേണ്ട രൂപത്തിൽ പറയുകയാണെങ്കിൽ അതിലൊരു പ്രശ്നവും സംഭവിക്കില്ല. അവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താത്ത രൂപത്തിൽ കുട്ടിയെ സ്ട്രോങ് ആയിട്ട് പറയേണ്ടത് പറയേണ്ടി വരും.